നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ITI കഴിഞ്ഞവർക്കും അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ദെൻ BE ഓർ BTech കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് എക്സാം ഫീയോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫീയോ കാര്യങ്ങളൊന്നുമില്ല, എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വരും. ആ സമയത്ത് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എലിജിബിൾ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ചാനൽ എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിലേക്ക് 3 കാറ്റഗറിയിലുള്ള അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പും ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പും അതുപോലെ ട്രേഡ് അപ്രൻറ്റീഷിപ്പാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിൽ 200 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ECയിലോ അല്ലെങ്കിൽ ട്രിപ്പിളിയിലോ അല്ലെങ്കിൽ CSCയിലോ അല്ലെങ്കിൽ മെക്കാനിക്കലിലോ അല്ലെങ്കിൽ കെമിക്കലിലോ നിങ്ങൾക്ക് BE ഓർ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 40 വേക്കൻസി അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ECയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന EEE അല്ലെങ്കിൽ CSC അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഈ ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ട്രേഡ് അപ്രൻറ്റീഷിപ്പിലേക്ക് നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ITI NCVTയും പറ്റും, SCVTയും പറ്റും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ, വെൽഡർ അല്ലെങ്കിൽ ടേണർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ ആൻഡ് കോപ്പ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 120 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന BE ഓർ BTech അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ NATS2ൻ്റെ പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ NATSൻ്റെ പഴയ വെബ്സൈറ്റ് അല്ല, അപ്പോൾ NATSൻ്റെ പോർട്ടൽ പുതിയ വന്നിട്ടുണ്ട്, അതാണ് NATS2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർ ഈ പറയുന്ന NATS2ൽ രജിസ്റ്റർ ചെയ്യണം. ITI കഴിഞ്ഞവർ NAPSലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ BE ഓർ BTech അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ലോഗിൻ ചെയ്യണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ NATS2ൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യാന്നിട്ട് അതിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്കൊരു സെർച്ച് ബാർ ഉണ്ടാവും. അതിൽ റിസർച്ച് സെൻറ്റർ ഇമ്രാത്ത് നിന്ന് അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ID ഈ ID അടിച്ചു കൊടുക്കുകയോ ചെയ്താൽ അവിടെ ഓപ്പണിങ്സ് കാണിക്കും. അപ്പോൾ ഓപ്പണിങ്സ് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് അപ്ലൈ എന്നുള്ളൊരു ബട്ടണിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ ITI ട്രേഡിൽ നിങ്ങൾ ഈ പറയുന്ന നിശ്ചിത ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന NAPSൽ രജിസ്റ്റർ ചെയ്യണം. NAPSൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ നമുക്ക് സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിലും കാണിക്കാം. സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നമുക്ക് ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്പർ അടിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന റിസർച്ച് സെൻറ്റർ ഇമ്രാത്ത് നിന്ന് അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വേക്കൻസി കാണിക്കും. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. വേറെ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഓഫ്ലൈൻ ഫോമോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിപ്പം BE ഓർ BTech കഴിഞ്ഞവരാണെങ്കിൽ NATS2 വഴിയും ദെൻ ITI കഴിഞ്ഞവരാണെങ്കിൽ NAPS വഴിയാണ്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ സെപ്പറേറ്റ് കാണിക്കാം. ഇനി ഇതിൻ്റെ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഈ പറയുന്ന 1 ഓഗസ്റ്റ് 2024 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല ഇതിൽ. നമുക്ക് ഇതിൽ ഏജ് ലിമിറ്റിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI ഈ പറഞ്ഞിരിക്കുന്ന വർഷങ്ങളിൽ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ 2022, 2023, 2024 2021 പാസ് ഔട്ട് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2019 20 പറ്റില്ല. ഈ പറയുന്ന ഡ്യൂറേഷനിൽ 2022 അല്ലെങ്കിൽ 2023 അല്ലെങ്കിൽ 2024 പാസ് ഔട്ട് ആയവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 60% മാർക്കും മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നിർബന്ധമാണ്. അങ്ങനെയുള്ളവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഓൺലൈൻ ഈ പറയുന്ന NAPSൽ അല്ലെങ്കിൽ NATSൽ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന് 21 ദിവസമാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ കണക്കാക്കുമ്പോൾ ഏകദേശം 15/10 വരുന്നത്. 15/10/2024 ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. 15/10/2024 കണക്കാക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി സെലക്ഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. ഇതിൽ നിങ്ങളുടെ അക്കാദമിക് ആയുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർ എന്ത് ചെയ്യും, അവർ വിളിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇൻ്റർവ്യൂ ഉണ്ടാകും. അത് ഉറപ്പില്ല. ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇൻ്റർവ്യൂ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ സാധ്യത. അങ്ങനെ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ വരും. ഇമെയിൽ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ് സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ട ഡേറ്റ് തരും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആണ് ഇവിടെ
കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് നോക്കിയാൽ മതി, അത് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഓൾറെഡി അപ്രൻറ്റീഷിപ്പ് ചെയ്തവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്രൻറ്റീഷിപ്പിൻ്റെ. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ നാപ്സിലും നാറ്റ്സിലും നിങ്ങൾക്ക് ലിങ്ക് തരാം. ഓൾറെഡി അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ കയറാം. അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം, നമ്മളിപ്പോൾ കാണിച്ച്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ BA or BTech കഴിഞ്ഞവരാണെങ്കിൽ ഇത് അവിടെ ക്ലിക്ക് ചെയ്യാറുള്ള ബട്ടൺ കാണാം, അത് ഓപ്പൺ ആക്കാം. നാറ്റ്സ് 2 എന്ന് കാണാം, അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാറ് ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കി കാണിക്കാം. ഇതാണ് നാറ്റ്സ് 2ൻ്റെ പുതിയ പോർട്ടൽ, അതായത് നാറ്റ്സിൻ്റെ പുതിയ പോർട്ടലാണ് 2 നിങ്ങൾക്ക് കൂടെ കാണാം. അപ്പോൾ പഴയതുണ്ടായിരുന്നു, പഴയതിലല്ല നമ്മൾ ചെയ്യുന്നത്, പുതിയതിലാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗം കാണാം. സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് ഇത് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്തിട്ട് ബാക്കി അങ്ങോട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ളത് കാണാം. ഇതിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെ സെർച്ച് ബാർ കാണാം നിങ്ങളുടെ ഡാഷ്ബോർഡിൽ. ആ സെർച്ച് ബാറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോഡോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇതൊന്ന് വായിച്ചിട്ട് കാണിക്കാം. ഓക്കെ, ഇതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോഡ് വരുന്നത്. ആ കോഡോ അല്ലെങ്കിൽ റിസർച്ച് സെൻറ്റർ ഇമ്രാത്ത് എന്നുള്ള ജസ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതുവഴി. ഇനി നമ്മളിവിടെ നാപ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ITI കഴിഞ്ഞവരാണെങ്കിൽ നാപ്സിൻ്റെ നേരെയുള്ള ക്ലിക്ക് ചെയ്യാറ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഓപ്പൺ ആക്കാം. നമ്മൾ നേരെ നാപ്സിലേക്കാണ് കയറുക. നാപ്സിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മൾ എന്തിനൂടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലോഗിൻ കാണാൻ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിപ്പുറത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ITI സ്റ്റുഡൻറ്റ് ITI എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ITIയുടെ റോൾ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. ഫൈൻഡ് ഡീറ്റെയിൽസ് കൊടുത്താൽ അത് ഡാറ്റാസൊക്കെ ഫെച്ച് ആവും. ബാക്കി അങ്ങനെ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അതല്ലാത്തൊരു ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം അപ്രൻറ്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അപ്രൻറ്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് കാണാം സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയിം എന്നുള്ളത് കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ അടിച്ചു കൊടുക്കേണ്ടത് വെച്ചാൽ കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ടേം അടിച്ചു കൊടുക്കുന്നത് റിസർച്ച് സെൻറ്റർ ഇമ്രാത്ത് എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എളുപ്പത്തിന് കോപ്പി ചെയ്തു. ഓക്കെ, നിങ്ങളിവിടെ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയിമിലാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് അടിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അടിച്ചു. അപ്പോൾ അതിൽ ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നില്ല. എന്നിട്ട് ഒന്നും പാടെ അവിടെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ റിസർച്ച് സെൻറ്ററിൻ്റെ മറ്റൊന്നും പാടെ വന്നിട്ടുണ്ട്. രണ്ടും ഒരേ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആണെന്ന് തോന്നുന്നു, സ്മോൾ ലെറ്റർ ആണ്. സ്മോൾ ലെറ്റർ നമ്മൾ എടുത്തു. സ്മോൾ ലെറ്റർ എടുത്തപ്പോൾ 8 ഓപ്പർച്യൂണിറ്റി ഇവിടെ കണ്ടു നിങ്ങൾ. പക്ഷേ നമുക്കിത് ഇവർ അപ്ഡേറ്റ് 2022 വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോ കണ്ട് ഇപ്പം 24 ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അവർ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യായിരിക്കും. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതന്നെ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഡേറ്റ് നിങ്ങൾ പോസ്റ്റഡ് ഡേറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൽ 8 ഓപ്പണിങ്സ് ആണ് ഇവിടെ കാണുന്നത്, അതായത് 8 ട്രേഡ്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റേത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അവർ. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് നാറ്റ്സിലും ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്